ശബരി റെയിൽ പ്രൊജക്ട് പ്രശ്നത്തിൽ തൽസ്ഥിതി അവലോകനം ചെയ്ത് ജനോപകാരപ്രദമായ രീതിയിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് കേരള സർക്കാർ ചീഫ് വിപ്പും കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാന കോർഡിനേറ്ററുമായ അപ്പു ജോൺ ജോസഫ് കേരള യൂത്ത് ഫ്രണ്ട് പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചുകൊണ്ടുള്ള യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് പാർട്ടിയുടെ യുവജന സംഘടനയായ കേരള യൂത്ത് ഫ്രണ്ട് പെരുമ്പാവൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പുനഃസംഘടനാ യോഗം പെരുമ്പാവൂർ YMCA മിനി ഹാളിൽ നടന്നു. കേരള സർക്കാർ ചീഫ് വിപ്പും കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാന കോർഡിനേറ്ററുമായ അപ്പു ജോൺ ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. മധ്യകിഴക്കൻ കേരളത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ശബരി റെയിൽ പദ്ധതി സംബന്ധിച്ച നിലവിലെ സാഹചര്യം വിലയിരുത്തിയ അദ്ദേഹം ജനോപകാരപ്രദമായ രീതിയിൽ പദ്ധതിയിൽ വേഗത്തിൽ തീരുമാനമെടുക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. പെരുമ്പാവൂരിന്റെ വിവിധ വികസന ആവശ്യങ്ങൾക്കും ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കും നിയമസഭയ്ക്കകത്തും പുറത്തും എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള കോൺഗ്രസ് പെരുമ്പാവൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് തോമസ് പനിക്കൽ അധ്യക്ഷത വഹിച്ചു. കേരള യൂത്ത് ഫ്രണ്ട് എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ബിജോഷ് പോൾ വടക്കൻ പുതുതായി അംഗത്വം സ്വീകരിച്ച യുവജനങ്ങളെ അനുമോദിച്ച് സംസാരിച്ചു. വിവിധ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പെരുമ്പാവൂരിലെ ഒട്ടേറെ യുവാക്കൾ യോഗത്തിൽ കേരള യൂത്ത് ഫ്രണ്ടിന്റെ അംഗത്വം സ്വീകരിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോസ് മാണിക്കത്താൻ സ്വാഗതവും അഡ്വക്കേറ്റ് പാർത്ഥസാരഥി നന്ദിയും രേഖപ്പെടുത്തി. യോഗത്തിൽ കേരള യൂത്ത് ഫ്രണ്ട് പെരുമ്പാവൂർ നിയോജകമണ്ഡലം ഭാരവാഹികളായി ബേസിൽ തമ്പി കൂനക്കാടൻ പ്രസിഡന്റായും മാർട്ടിൻ ജോസ് സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.